കൊച്ചി 9/6/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ കൂടെ പറക്കുന്നതിനു വേണ്ടി കംപ്ലീറ്റ് പ്യൂർ ആകൂ, സമ്പൂർണ്ണ സറണ്ടർ ആകൂ. ഈ ദേഹം എൻ്റേതല്ല, തീർത്തും അശരീരിയാകൂ. ചോദ്യം: ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനായി ഏതൊരു ഭയമാണ് മാറിപ്പോകേണ്ടത്? ഉത്തരം: പല കുട്ടികളും മായയുടെ കൊടുങ്കാറ്റുകളെ വളരെ ഭയക്കുന്നു. ബാബ കൊടുങ്കാറ്റ് വളരെ ശല്യം ചെയ്യുന്നു, ഇതിനെ തടയൂ എന്ന് പറയുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഇത് ബോക്സിംഗ് ആണ്. ആ ബോക്സിങ്ങിലും ഒരു ഭാഗത്തു നിന്നും മാത്രമല്ല പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ഒരാൾ 10 ഇടി ഇടിച്ചുവെങ്കിൽ മറ്റേയാൾ 5 തീർച്ചയായും ഇടിക്കും. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മഹാവീരനായി വിജയിയാകണം. അപ്പോൾ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഗീതം. പ്രതിജ്ഞ എടുത്തുകൊണ്ട് വാതിൽക്കൽ വന്നിരിക്കുന്നു. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. തീർച്ചയായും ഗീതത്തിൽ ഒരു രഹസ്യം അടങ്ങിയിട്ടുണ്ട്. റെക്കോർഡ് വാങ്ങി ബാബ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കുന്നു. ഇതിനെ പറയുന്നത് ജീവിച്ചിരിക്കെ മരിച്ച് പിതാവിൻ്റേതാവുക എന്നാണ്. ബാബയുടേതാകുന്നതിന് ശേഷം ടീച്ചറിൻ്റേതാകണം. ടീച്ചറിന് ശേഷം പിന്നെ മെജോറിറ്റിയും ഗുരുവിനെ സ്വീകരിക്കുന്നു. ക്രിസ്ത്യൻസും കുട്ടി ജനിക്കുമ്പോൾ ക്രിസ്ത്യനൈസ് ചെയ്യുന്നു. ഗുരുവിൻ്റെ മടിത്തട്ടിൽ പോയി കൊടുക്കുന്നു. പുരോഹിതനായാലും മറ്റാരെങ്കിലും ആയാലും. പുരോഹിതൻ ക്രൈസ്റ്റ് അല്ല. ക്രൈസ്റ്റിൻ്റെ നാമത്തിൽ നമ്മൾ ക്രിസ്ത്യനാകുന്നു എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ആദ്യം ബാബയുടേതാകുന്നു, അശരീരിയാകുന്നു. നമ്മുടെ ശരീരം, മനസ്സ്, ധനം തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അത് ബാബയ്ക്ക് അർപ്പിക്കുന്നു. ജീവിച്ചിരിക്കെ മരിക്കുന്നു. അതായത് നമ്മൾ ആത്മാവ്, അത് ഒന്നിൻ്റേതാകുന്നു. ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എൻ്റെ വസ്തുക്കളായി ഏതെല്ലാം ഉണ്ടോ, എൻ്റെ ശരീരം, എൻ്റെ ധനം, സമ്പത്ത്, ബന്ധുക്കൾ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെയും മറക്കുന്നു. മരിച്ച ശേഷം എല്ലാം മറന്നു പോകുന്നുവല്ലോ. എത്ര വലിയ ലക്ഷ്യമാണ്! ഞാൻ അശരീരി ആത്മാവാണ്, ഇത് ഉറപ്പിക്കണം. നിങ്ങൾ ശരീരം ഉപേക്ഷിച്ച് മരിക്കുന്നു എന്നല്ല, അങ്ങനെയല്ല. ആത്മാവ് കംപ്ലീറ്റ് പവിത്രമായിട്ടില്ല, ബാബയുടേതായി. എന്നാൽ ബാബ പറയുന്നു, നിങ്ങളുടെ ആത്മാവ് അപവിത്രമാണ്. ആത്മാവിൻ്റെ ചിറക് മുറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആത്മാവിന് പറക്കാൻ സാധിക്കില്ല. തമോ പ്രധാനം ആയത് കാരണം ഒരു മനുഷ്യനും തിരിച്ചു പോകുവാൻ സാധിക്കുന്നില്ല. മായ പൂർണ്ണമായും ചിറക് മുറിച്ചിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തന്നു, ആത്മാവ് ഏറ്റവും വേഗതയുള്ളതാണ്. അതിനേക്കാൾ വേഗതയുള്ള ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. ആത്മാവിനോളം ഒന്നിനും എത്താൻ സാധിക്കില്ല. പിന്നീട് കൊതുകുകളെ പോലെ എല്ലാ ആത്മാക്കളും ഓടിപ്പോകുന്നു. എവിടേക്കാണ് പോകുന്നത്? വളരെ ദൂരെ ദൂരെ, സൂര്യചന്ദ്രനേക്കാളും അകലെ. അവിടെ നിന്നും പിന്നെ മടങ്ങേണ്ടതില്ല. അവരുടെ റോക്കറ്റും മറ്റുമാണെങ്കിൽ പോയ ശേഷം പിന്നെ മടങ്ങി വരുന്നു. സൂര്യൻ വരെ എത്തിച്ചേരുവാൻ സാധിക്കില്ല. നിങ്ങൾക്കാണെങ്കിൽ അതിനേക്കാൾ വളരെ അകലെ പോകേണ്ടതുണ്ട്. സൂക്ഷ്മവതനത്തിനും ഉപരി മൂലവതനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആത്മാവിന് ചിറക് ലഭിക്കുന്നു. കണക്കുകൾ സമാപ്തമാക്കി ആത്മാവ് പവിത്രമായി മാറുന്നു. വിധി നിർണയത്തിൻ്റെ സമയത്തിൻ്റെ മഹിമ വളരെ എഴുതിയിട്ടുണ്ട്. എല്ലാ ആത്മാക്കൾക്കും കണക്കുകൾ സമാപ്തമാക്കി പോകേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാ ആത്മാക്കളും മലിനമാണ്, പാപാത്മാക്കളാണ്. വളരെ വലിയ ഗുരുക്കന്മാരും സാധു സന്യാസിമാരും മറ്റുമുണ്ട്. ഞാൻ ഗുരുവാണ് എന്ന് മനസ്സിലാക്കുന്നു. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മോഹം. ഞാൻ ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെയാണ്. ബ്രഹ്മത്തിൽ പിന്നെ എങ്ങനെ എത്തിച്ചേർന്നു?
ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ബ്രഹ്മത്തിൽ വസിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അവിടേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല. എല്ലാ ആത്മാക്കളും ഇവിടെ പുനർജന്മം എടുക്കുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. എല്ലാ ആക്ടേഴ്സിനും പാർട്ട് അഭിനയിക്കുവാൻ അവിടെ നിന്നും തീർച്ചയായും വരേണ്ടതുണ്ട്. എല്ലാ ആത്മാക്കളും സ്റ്റേജിൽ വന്നിരിക്കുന്നു. എപ്പോഴാണോ വിനാശത്തിൻ്റെ സമയമാകുന്നത്, അപ്പോൾ എല്ലാവരും വരുന്നു. അവിടെ ഇരുന്ന് എന്തു ചെയ്യുവാനാണ്? ആക്ടർ പാർട്ട് അഭിനയിക്കാതെ വീട്ടിൽ ഇരിക്കുകയില്ല. നാടകത്തിൽ തീർച്ചയായും വരേണ്ടി വരും. അവിടെ നിന്ന് എപ്പോഴാണോ എല്ലാവരും വന്നു ചേരുന്നത്, അപ്പോൾ പിന്നെ ബാബ എല്ലാവരെയും കൊണ്ടുപോകുന്നു. ബാബ പറയുന്നു, ഞാൻ ഇവിടെയുണ്ട്, എങ്കിലും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കുന്നു, നമ്പർ വൈസായി. പിന്നെ നിങ്ങൾ നമ്പർ വൈസായി പോകും. മുഴുവൻ ആധാരവും നിങ്ങളുടെ അവസ്ഥയുടെ മേലാണ്. അതിനാൽ നിങ്ങൾക്ക് മർജീവ ആകണം. ഞാൻ ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തുന്നത് പ്രയത്നമുള്ളതാണ്. കുട്ടികൾ അടിക്കടി ദേഹാഭിമാനത്തിൽ വന്ന് മറന്നുപോകുന്നു. എപ്പോഴാണോ കംപ്ലീറ്റ് സറണ്ടർ ആകുന്നത്, അപ്പോൾ ദേഹി അഭിമാനിയായിരിക്കും. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്, ഞാനും അങ്ങയുടേതാണ്. ഈ ദേഹം എൻ്റേതല്ല എന്നതുപോലെയാണ്. ഇതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. ബാബ, ഞാൻ അങ്ങയുടേതാണ്. ബാബ പറയുന്നു, എൻ്റേതായ ശേഷം സർവ്വതിൽ നിന്നും മമത്വം ഇല്ലാതാക്കൂ. ഇവിടെ വന്ന് ഇരിക്കണം എന്നല്ല, നിങ്ങൾക്ക് തൻ്റെ തൊഴിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വീടിനെ പരിപാലിക്കണം. കുട്ടികൾക്ക് മാതാപിതാക്കളുടെ കടം വീട്ടേണ്ടതുണ്ട്. അവരുടെ സേവനം ചെയ്ത് റിട്ടേൺ കൊടുക്കണം. മാതാപിതാക്കളുടെ പാലനയുടെ കടം കുട്ടികളിൽ കയറുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ പാലിച്ചുകൊണ്ടിരിക്കുന്നു. ആരംഭത്തിൽ ആരെല്ലാം വന്നിരുന്നുവോ, എല്ലാവരും ഉടൻ സറണ്ടർ ചെയ്തു. തൻ്റെ അടുക്കൽ ഒന്നും വെച്ചില്ല, സറണ്ടർ ചെയ്തു. ആ ധനത്തിലൂടെ കുട്ടികളായ നിങ്ങൾ ഭാരതത്തെ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാരതം തന്നെയാണ് തീർത്തും പവിത്രമായിരുന്നത്. ഭാരതവാസികളെ പോലെ പവിത്രവും സുഖമുള്ളവരും മറ്റാരും ഉണ്ടാകില്ല. ഭാരതം ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. അവിടെ പതീത പാവനായ ബാബ വന്ന് മുഴുവൻ സൃഷ്ടിയെയും പതീതരെയും പാവനമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഈ തത്വങ്ങളും മറ്റും എല്ലാം ശത്രുവാണ്. എർത്ത് ക്വേക്ക് ഉണ്ടാകും, കൊടുങ്കാറ്റ് വീശും. കാരണം തമോ പ്രധാനമാണ്. നാച്ചുറൽ കലാമിറ്റീസ് വരും, വളരെയധികം ദുഃഖം നൽകും. ഈ സമയം എല്ലാം ദുഃഖത്തിൻ്റെ വസ്തുക്കളാണ്. സത്യയുഗത്തിലുള്ളത് എല്ലാം സുഖത്തിൻ്റെ വസ്തുക്കളാണ്. അവിടെ ഈ കൊടുങ്കാറ്റോ ചൂട് വായുവോ മറ്റോ ഉണ്ടായിരിക്കില്ല. നിങ്ങളിലും ഈ കാര്യങ്ങൾ വളരെ കുറച്ചുപേർ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നുണ്ട്, നാളെയില്ല. അപ്പോൾ ഒന്നും മനസ്സിലാക്കിയില്ല എന്ന് പറയും. ഇവിടെ വരുന്നു, പക്ഷേ എല്ലാവരും നിലനിൽക്കുന്നില്ല. ഇവിടെ നിന്നും പോയി 10 ദിവസത്തിനു ശേഷം സമാചാരം എഴുതും, ബാബ ഇന്നയാളെ മായ ഭക്ഷിച്ചു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ പുഷ്പം വലുതായെങ്കിൽ അതിൽ ഫലം വരണം. അവരിൽ പിന്നെ മറ്റുള്ളവരെ തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ ശക്തി ഉണ്ടായിരിക്കും. അതിൻ്റെ ഫലം വരുന്നു. ബാബയുടേതായപ്പോൾ പിന്നെ പ്രജയും തയ്യാറാക്കണം, അവകാശിയെയും തയ്യാറാക്കണം. വഴികാട്ടിയായി ബാബയുടെ അടുക്കൽ വരികയും നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു എന്നത് പാടില്ല. ലക്ഷ്യം വലുതാണ്. മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ബാബയുടേതായിരിക്കുന്നു, കൊടുങ്കാറ്റ് വരും. ബാബ നമ്മൾ അങ്ങയുടേതായിരുന്നു എന്ന് പറയുന്നു. അങ്ങിൽ നിന്നും സമ്പത്ത് എടുത്തിരുന്നു. പിന്നെ പുനർജന്മം എടുത്ത് 84 ജന്മങ്ങൾ മറികടന്നു. പിന്നെ വന്ന് താങ്കളുടേതായിരിക്കുന്നു. ഞാനാണെങ്കിൽ അങ്ങയിൽ നിന്നും സമ്പത്ത് എടുത്തിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയെ ഇത്രയും ഓർമ്മിക്കേണ്ടി വരും. തനിക്ക് സമാനമാക്കി ഫലം നൽകേണ്ടി വരും. ഇല്ലെങ്കിൽ മാല എങ്ങനെ ഉണ്ടാകും? ബാബയുടെ അവകാശികൾ എങ്ങനെ തയ്യാറാകും? പ്രജയും ആവശ്യമാണ്, സിംഹാസനത്തിലിരിക്കുന്ന അവകാശികളും ആവശ്യമാണ്.
ബാബയുടെ അടുക്കൽ വളരെ പേർ വരുന്നു. പിന്നെ ബന്ധം വേർപെടുത്തുന്നു. ബുദ്ധിയുടെ യോഗം മുറിഞ്ഞു, കളി കഴിഞ്ഞു. പല കുട്ടികളും ബാബയോട് വന്ന് ചോദിക്കുന്നു, ബാബ, ഒരു കൊടുങ്കാറ്റും ഏൽക്കാതിരിക്കാൻ അവസ്ഥ എങ്ങനെ ഉറപ്പിക്കും? ഇതിനുള്ള മാർഗം പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. കൊടുങ്കാറ്റ് ഏൽക്കും. ബോക്സിങ്ങിലും ഒരാൾ തന്നെ ഇടിയേറ്റുകൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തീർച്ചയായും രണ്ടുപേരിലും ധൈര്യമുണ്ടാകും. 5 ഇടി ഒരാൾ ഇടിച്ചു എങ്കിൽ 10 മറ്റേയാൾ ഇടിച്ചിട്ടുണ്ടാകും. ഇതും ബോക്സിംഗ് ആണ്. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ മായ ഓടിപ്പോകും. എന്നാൽ ഉടൻ സംഭവിക്കില്ല. മായയോട് മല്ലയുദ്ധം നടത്തേണ്ടതുണ്ട്. മായ ഇടികൊടുക്കുകയില്ല എന്ന് മനസ്സിലാക്കരുത്. ആരുമായിക്കൊള്ളട്ടെ, വലിയ ബോക്സിംഗ് ആണ്. വളരെയധികം ഭയന്നു പോകുന്നു. മായ പൂർണ്ണമായും മൂക്കിന് പിടിക്കുന്നു, അതായത് ബുദ്ധിമുട്ടിക്കുന്നു. യുദ്ധസ്ഥലമാണല്ലോ. ബുദ്ധിയോഗം ചേർക്കുന്നതിൽ മായ വലിയ വിഘ്നമിടുന്നു. പ്രയത്നം മുഴുവൻ യോഗത്തിലാണ്. ബാബു പറയുന്നു, ജ്ഞാനി ആത്മാവ് എനിക്ക് പ്രിയമാണ്. എന്നാൽ കേവലം ജ്ഞാനം നൽകുന്നവർ പ്രിയമാണ് എന്നല്ല. ആദ്യം യോഗം പൂർണ്ണമായും ആവശ്യമാണ്. ബാബയെ ഓർമ്മിക്കണം. മായയുടെ വിഘ്നങ്ങളെ ഭയപ്പെടരുത്. വിശ്വത്തിന്റെ അധികാരി ആകുന്നുവല്ലോ. എല്ലാവരും ആകുമോ? 16,108 മാല വളരെ വലുതാണ്. അന്തിമത്തിൽ വന്ന് പൂർത്തിയാകും. ത്രേതയുടെ അവസാനം വരെ എത്ര പ്രിൻസസ് ഉണ്ടാകുന്നു? കുറച്ച് അടയാളങ്ങളുണ്ടല്ലോ. 8ന്റെയും അടയാളമുണ്ട്, 108ന്റെയും അടയാളമുണ്ട്. ഇത് തികച്ചും ശരിയാണ്. ത്രേതയുടെ അന്തിമത്തിൽ ഇത്രയും 16,108 പ്രിൻസസ് ഉണ്ടായിരിക്കും. ആരംഭത്തിൽ ഉണ്ടാകില്ല. ആദ്യം കുറച്ചു പേരാണ് ഉണ്ടാകുന്നത്, പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം തയ്യാറാകുന്നത് ഇവിടെയാണ്. വളരെ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ പ്രയത്നം വളരെയധികമുണ്ട്. ഗീതത്തിലും പറയുന്നു, ഒരിക്കലും ഉപേക്ഷിക്കില്ല, മരിക്കും എന്ന്. ബാബ, ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. നമ്മൾ അശരീരിയായി അങ്ങയെ ഓർമ്മിക്കുന്നു. ബുദ്ധിയോഗം അങ്ങയുമായി ചേർക്കും. ബാബ പിന്നെ പറയുന്നു, ഇതെല്ലാം കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. കുട്ടികൾ പറയുന്നു, നമ്മുടെ സർവ്വതും അങ്ങയുടേതാണ്. ഇതെല്ലാം ഭഗവാനാണ് നൽകിയത് എന്ന് പറയുന്നുവല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, ഇതെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. നിങ്ങളുടെ അടുക്കൽ എന്താണുള്ളത്? ഈ ശരീരം പോലും ഇല്ലാതാകും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പകരം നൽകുന്നു. കേവലം എക്സ്ചേഞ്ച് ചെയ്യുകയാണല്ലോ. അപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ അശരീരിയാകൂ, എന്നെ ഓർമ്മിക്കൂ. ബുദ്ധി കൊണ്ട് സർവ്വതും സറണ്ടർ ചെയ്യൂ. രാജ ഹരിശ്ചന്ദ്രന്റെ കഥയുണ്ടല്ലോ, സ്വത്ത് വയ്ക്കൂ എന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു, ഈ എല്ലാ ശാസ്ത്രങ്ങളുടെയും മറ്റും സാരം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളെ ബ്രഹ്മമുഖത്തിലൂടെ രാജാവും റാണിയും ആക്കിയിരുന്നത്. പിന്നെ ഇപ്പോൾ ആക്കുകയാണ് വീണ്ടും. ഒരിക്കലും മനുഷ്യനെ ഗീത കേൾപ്പിച്ച് രാജയോഗം പഠിപ്പിച്ച് രാജാവും റാണിയും ആക്കുവാൻ സാധിക്കില്ല. പിന്നെ ഗീത കേൾക്കുന്നതിലൂടെ എന്ത് നേട്ടം? ബാബ പറയുന്നു, ഞാൻ സ്വയം കൽപ്പകൽപ്പങ്ങളിൽ വന്ന് നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. എൻ്റേതാകുമ്പോഴാണല്ലോ അവകാശി ആകുന്നത്. അതിനാൽ എത്രത്തോളം യോഗത്തിലിരിക്കുമോ അത്രയും ശുദ്ധമായിക്കൊണ്ടിരിക്കും. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. നമ്മൾ ട്രസ്റ്റിയാണ്. അങ്ങയുടെ ആജ്ഞയില്ലാതെ നമ്മൾ ഒന്നും ചെയ്യുകയില്ല. ശരീര നിർവഹണം എങ്ങനെ നടത്തണം അതിൻ്റെയും മതമെടുക്കുന്നു. പൊതുവായി ദരിദ്രർ തന്നെയാണ് പൂർണ്ണമായും കണക്ക് നൽകുന്നത്. ധനികർക്ക് നൽകുവാൻ സാധിക്കില്ല. സറണ്ടർ ആകുവാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും വരുന്നത് വിരളമാണ്. ഒരു ജനകന്റെ പേരുണ്ട്, കുട്ടികളുണ്ട്, ജോയിന്റ് പ്രോപ്പർട്ടിയാണ് എങ്കിൽ അതെങ്ങനെ പ്രത്യേകമായി എടുക്കും? ധനികർ സറണ്ടർ ആകുവാനായി
തൻ്റെ പ്രോപ്പർട്ടിയെ എങ്ങനെ പ്രത്യേകമാക്കിയെടുക്കും? ബാബ ദരിദ്രരുടെ നാഥനാണ്. ഏറ്റവും ദരിദ്രം മാതാക്കളാണ്. അവരെക്കാൾ കൂടുതൽ ദരിദ്രമാണ് കന്യകമാർ. കന്യകയ്ക്ക് ഒരിക്കലും സമ്പത്തിൻ്റെ ലഹരി ഉണ്ടായിരിക്കില്ല. ആൺകുട്ടിക്ക് പിതാവിൻ്റെ ഭൂസ്വത്തിൻ്റെ ലഹരി ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് പിന്നെ വൈകുണ്ഠത്തിൻ്റെ സമ്പത്ത് നേടേണ്ടി വരും. ദാനം എപ്പോഴും ദരിദ്രർക്കാണ് നൽകപ്പെടുന്നത്. ഭാരതമാണ് ഏറ്റവും ദരിദ്രം. അമേരിക്ക വളരെ സമ്പന്നമാണ്. അവർക്ക് സമ്പത്ത് നൽകുന്നുണ്ടോ? ഭാരതം ഏറ്റവും സമ്പന്നമായിരുന്നു. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. കേവലം ഭാരതവാസികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഷയായിരുന്നു. ഗോഡ് ഇസ് വൺ. ഞാൻ ഒരു സോവറിനിറ്റി, ഒരു ധർമ്മം, ഒരു ഭാഷ സ്ഥാപിക്കുന്നു. ഒരു ഓൾമൈറ്റി, ഒരു ഗവൺമെൻറ് സ്ഥാപിക്കുന്നു. ഒന്നിൽ നിന്നും പിന്നെ 2ഉം 3ഉം ആകും. ഇപ്പോൾ എത്ര ധർമ്മമുണ്ട്? പിന്നെ തീർച്ചയായും ഒരു ധർമ്മം വരേണ്ടതാണ്. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ഒരു ധർമ്മം ഉണ്ടായിരുന്നു. വിദ്വാൻമാർ സത്യയുഗത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാക്കിയിരിക്കുന്നു. സത്യയുഗം എന്താണ് എന്നത് മനസ്സിലാക്കുന്നില്ല. സ്വർഗവാസിയായി ഒരു പക്ഷേ മുകളിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ദിൽവാല ക്ഷേത്രത്തിലും സ്വർഗം മുകളിൽ മേൽക്കൂരയിലാണ്. അപ്പോൾ മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. വാസ്തവത്തിൽ സ്വർഗം മുകളിലൊന്നുമല്ല. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ബാബയുടെ അടുക്കൽ പോയ ശേഷം വീണ്ടും ഇവിടെ തന്നെ വന്ന് രാജ്യം ഭരിക്കും. ഈ ജ്ഞാനം ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും വിധം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. പാകമാകാത്തവരെ മായയാകുന്ന പക്ഷി ഭക്ഷിക്കും. അതിനാലാണ് ഫോട്ടോയും ചോദിക്കുന്നത്, രജിസ്റ്റർ വയ്ക്കുന്നത്. ബാബയുടെ അടുക്കൽ സമാചാരം വരുന്നു. ഇന്നയാൾ ജ്ഞാനത്തിൻ്റെ ഒരേ ഒരു അമ്പെയ്തു. അതിലൂടെ ഞാൻ ബാബയുടേതായി മാറി. കുമാരിമാരിലൂടെ അമ്പെയ്യപ്പെട്ടതായി ശാസ്ത്രങ്ങളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. ബാബയെ എന്തുകൊണ്ട് മറക്കുന്നു? ഇതിനെ ജ്ഞാനബാണം എന്ന് പറയുന്നു. കേവലം ബാബയുടെ ഓർമ്മ വരുത്തണം. ബാക്കി ഹിംസക ബാണമൊന്നുമല്ല. ബാബ പറയുന്നു, ഞാൻ ബ്രഹ്മാമുഖത്തിലൂടെ സർവശാസ്ത്രങ്ങളുടെയും രഹസ്യം നിങ്ങളെ മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രഹ്മാവ് തീർച്ചയായും ഇവിടെ തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. അവർ പിന്നെ വിഷ്ണുവിൻ്റെ നാഭി കമലത്തിലൂടെ ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നു. ഒന്നും അറിയുന്നില്ല. മനുഷ്യർക്ക് എന്തു തോന്നിയോ അതെഴുതിയിരിക്കുന്നു. മോശമായത് ധാരാളമുണ്ട്. അത്ഭുത സിദ്ധികളുള്ളവരും വളരെയധികം ആയിക്കഴിഞ്ഞു. സത്യമായത് എപ്പോഴാണോ പുറത്തു വരുന്നത് അപ്പോൾ അസത്യം അതിനെ എതിരിടുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ശിവബാബ നിരാകാരമാണ്. ഈ ബ്രഹ്മാവ് സാകാരമാണ്. ബാക്കി നാഭിയുടെയും മറ്റും കാര്യമേ ഇല്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ ജ്ഞാനി ആത്മാവാകണം. കേവലം ജ്ഞാനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവരല്ല, ഓർമ്മയുടെയും പ്രയത്നം ചെയ്യണം. അശരീരിയായ ബാബയെ ഓർമ്മിക്കണം. ബാബയുടേതായ ശേഷം മറ്റെല്ലാ കാര്യങ്ങളോടുമുള്ള മമത്വം ഇല്ലാതാക്കണം. ഈ ദേഹവും എൻ്റേതല്ല. പൂർണ്ണമായും ദേഹി അഭിമാനിയായി കംപ്ലീറ്റ് സറണ്ടർ ആകണം. വരദാനം. മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റിയുടെ സീറ്റിൽ സെറ്റായിരിക്കുന്ന സഹജവും സദാ കർമ്മയോഗിയുമായി ഭവിക്കട്ടെ. ഏതുപോലെ ഏതെങ്കിലും മെഷീനറിയെ സെറ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു തവണ സെറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേ രീതിയിൽ മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റിയുടെ സ്റ്റേജിൽ സ്വയം തന്നെ ഒരു തവണ സെറ്റ് ചെയ്യൂ. അപ്പോൾ ഒരിക്കലും ദൗർബല്യത്തിൻ്റെ വാക്കുകൾ വരില്ല. ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ആ സെറ്റിംഗ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടേയിരിക്കും.
ഈ സെറ്റിംഗ് സഹജമായും സദാകാലത്തേക്കും കർമ്മയോഗിയും നിരന്തര നിർവികൽപ സമാധിയിലും ഇരിക്കുന്ന സഹജയോഗിയുമാക്കി മാറ്റും. സ്ലോഗൻ: ഞാൻ എന്നതിന് പകരം ബാബ ബാബ എന്ന് പറയുക. ഇതുതന്നെയാണ് ഓർമ്മയുടെ പ്രൂഫ്. അവ്യക്ത സൂചന: സദാ ഹർഷിതമായിരിക്കുന്നതിനായി തൻ്റെ നേച്ചർ സരളമാക്കൂ, സഹനശീലരാകൂ. ആരാണോ സഹനശീലത ഉള്ളവർ അവർക്ക് തന്നെയാണ് ഡ്രാമയുടെ പരിചയിന്മേൽ നിലകൊള്ളുവാൻ സാധിക്കുന്നത്, ഹർഷിതമായിരിക്കുവാൻ കഴിയുന്നത്. സഹനശീലത ഇല്ലെങ്കിൽ ഡ്രാമയുടെ പരിചയെ പിടിക്കുന്നതും പ്രയാസമാണ്. ഈ സമയത്ത് ഏതെല്ലാം കർമ്മം ചെയ്യുന്നുവോ അതിൽ ചെയ്യുന്നവൻ്റെയും ചെയ്യിക്കുന്നവൻ്റെയും സ്മൃതി സദാ ഉണ്ടായിരിക്കട്ടെ. ചെയ്യിക്കുന്നവൻ ബാബയാണ്, ചെയ്യുന്നവൻ നിമിത്തമാണ്. അഥവാ ഇത് സ്മൃതിയിൽ വച്ച് കർമ്മം ചെയ്യുമെങ്കിൽ സാക്ഷിയായി പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന പോലെയുള്ള അനുഭവം ഉണ്ടാകും. ഓം ശാന്തി. അല്പസമയം ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാം. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായ ഞാൻ അജർ, അമർ, അവിനാശി ആത്മാവാണ്. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരമധാമം ആകുന്ന എൻ്റെ വീട്ടിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തെ 2 യുഗങ്ങളിൽ ഞാൻ സമ്പൂർണ്ണ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജന്മങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ആ സമയം സർവഗുണ സമ്പന്നമായിരുന്നു. സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ആത്മാഭിമാനിയായിരുന്നു. എന്നാൽ ദ്വാപര യുഗം മുതലുള്ള എൻ്റെ ജീവിത യാത്രയിൽ ആത്മവിസ്മൃതി കാരണം എൻ്റെ ഈശ്വരീയ സമ്പത്തുകൾ നഷ്ടമാകുവാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഈ അതിശ്രേഷ്ഠമായ സംഗമയുഗത്തിൽ സർവശക്തിവാനായ പരമാത്മാവ് എനിക്ക് സത്യമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഞാൻ ദേഹമല്ല, ആത്മാവാകുന്നു. ശാന്ത സ്വരൂപമാകുന്നു. സ്നേഹ സ്വരൂപമാണ്. ആനന്ദ സ്വരൂപമാണ്. ആനന്ദം എൻ്റെ സ്വഭാവമാണ്.
സുഖം എൻ്റെ സമ്പത്താണ്. ഞാൻ സച്ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഈ ദേഹത്തു നിന്നും മാറി മുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു തിളങ്ങുന്ന ജ്യോതിയായി ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ആകാശമണ്ഡലവും കടന്ന് പരംധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ സമ്പൂർണ്ണ ശാന്തിയുടെ ഈ ലോകം എൻ്റെ വീടാണ്. എൻ്റെ മുന്നിൽ സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം നൽകുന്ന ആനന്ദ സാഗരമായ ശിവപരമാത്മാവിനെ കണ്ട് ഞാൻ ആനന്ദിതമാകുന്നു. ആരെയാണോ ഞാൻ ജന്മജന്മങ്ങളായി ഓർമ്മിച്ചത്, ആരുടെ ദർശനത്തിനാണോ ജന്മജന്മങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്, ആ ഈശ്വരൻ്റെ സമീപത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ബാബയുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിൽ ബാബയുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അളവറ്റ സുഖം ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട ബാബ, അങ്ങ് എൻ്റേതാണ്. ബാബയും എന്നെ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയായി അതിയായി സ്നേഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ ഈശ്വരീയ സ്നേഹത്തിൽ ഈശ്വരൻ്റെ സുഖദായി കിരണങ്ങളുടെ ആനന്ദദായി കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സമ്പന്നമാകുന്നു, സമ്പൂർണമാകുന്നു.
ആത്മവിസ്മൃതിയുടെ ജീവിത യാത്രയ്ക്കിടയിൽ നഷ്ടമായ സർവ ഈശ്വരീയ സമ്പത്തും എനിക്ക് തിരികെ പ്രാപ്തമാകുന്നു. ഞാൻ ആനന്ദിതമായി ഈ ദിവ്യ അനുഭൂതിയാൽ സംതൃപ്തമായി സാകാര ലോകത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നു. ദൃശ്യപ്രപഞ്ചത്തിലേക്ക് തിരികെ വന്ന് എൻ്റെ സാകാര ദേഹത്തിലേക്ക് വന്ന് മസ്തകമധ്യത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.